ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ രാവിലെ തന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ, അതിപ്പോൾ തിരുവനന്തപുരത്തുള്ള രണ്ടാമത്തെ ദിവസം. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും കൂടി കുളിച്ച് സുന്ദരിയായി അമ്പലത്തിലേക്ക് പോവുകയാണ്. രാവിലെ ഒരു ക്യാബ് ബുക്ക് ചെയ്തു. അത് വന്നപ്പോൾ എല്ലാവരും കൂടെ ഓടിച്ചാടി കയറി. ഏതമ്പലത്തിലേക്കാണെന്നല്ലേ? അത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും പിന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും അതുപോലെ ആറ്റുകാൽ അമ്മേനെയും കാണാനാണ് രാവിലെ തന്നെ പുറപ്പെട്ടത്. തിരുവനന്തപുരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വണ്ടിയിലിരുന്ന് വന്നപ്പോൾ ഇതാ നമ്മൾ അമ്പലം എത്തിട്ടോ. ആദ്യം നമ്മൾ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. അപ്പോൾ അവിടെ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ അവിടെ ഇപ്പോൾ നട തുറക്കാൻ ലേറ്റ് ആകും, കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടേ തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അതിനടുത്തുള്ള നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കയറി. ഉള്ളിലേക്ക് ഫോണ് കൊണ്ടുപോകാൻ സമ്മതിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ അമ്പലത്തിൻ്റെ ആ മതിലൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ മതിലിൽ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ തിരക്ക് ഉണ്ട്, പക്ഷേ തൊഴാൻ മാത്രം അത്ര ലൈനിൽ നിൽക്കാൻ മാത്രം ഒന്നുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗിയായിട്ട് നല്ല തൊഴാനൊക്കെ പറ്റി. അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നടന്ന് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നു. അവിടുത്തെ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. ആ വലിയ കുളമൊക്കെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ വിചാരിച്ചു ഒന്ന് ചായ കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് തൊഴാൻ കയറാമെന്ന് വിചാരിച്ചു. കാരണം ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ. അതുകൊണ്ട് ചായ കുടിച്ചിട്ട് മക്കൾക്കൊക്കെ വിശക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വിശക്കുന്നാൽ ലൈനിൽ നിൽക്കുമ്പോൾ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ചു ഞങ്ങൾ. അങ്ങനെ ചായ കുടിച്ച് നേരെ അമ്പലത്തിലേക്ക് നടന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. സമയം 8 മണിയോ 8:30 അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളൂ. എന്നാലും നല്ല വെയിലായിരുന്നു. അയ്യോ, കണ്ണിലേക്ക് അടിക്കുകയായിരുന്നു. ഫോട്ടോസൊക്കെ നല്ലോണം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മുന്നിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ ഒരു എടുത്തു എന്നേ ഉള്ളൂ ആ വെയിലിൽ. അത്രയും നല്ല വെയിലായിരുന്നു. അങ്ങനെ അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് ഫോണും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഫോണും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് പുറത്ത് വെച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി നന്നായിട്ട് തൊഴുതു. അവിടെയും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതിറങ്ങി. അവിടുന്ന് നേരെ ഞങ്ങൾ ആറ്റുകാൽ അമ്മേനെ കാണാൻ വന്നു കേട്ടോ. ആറ്റുകാൽ അമ്മേൻ്റെ അടുത്തും ഭാഗ്യത്തിന് 3 ക്ഷേത്രത്തിലും വലിയ തിരക്കോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചു. അതുപോലെ ആറ്റുകാലിലും ഉള്ളിലേക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അപ്പം പുറത്തുനിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു, ഫോട്ടോസും ഒക്കെ എടുത്തു. ആറ്റുകാൽ അമ്മേനെയും തൊഴുതു. അവിടുന്നും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെയുള്ള അമ്പലക്കുളത്തിൻ്റെ അടുത്ത് ഒരു കുളത്തിൽ നല്ലൊരു ആമ ഉണ്ടായിരുന്നു കേട്ടോ. ആ ആമേനെയും കുറേ ആമേൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇനി ബാക്കി വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, കൂടെ നിന്നേക്കണേ. ഓക്കെ, ടാറ്റാ.